നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ജാവാസ്ക്രിപ്റ്റിൽ എന്താണ് ക്ലാസ്, എന്താണ് ഇതിന്റെ മെയിൻ ക്ലാസ് ബോഡീസ്, അതായത് പ്രോപ്പർട്ടീസ്, മെത്തേഡ്സ്, ഇൻഹെറിറ്റൻസ്, ഇതൊക്കെയാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും ജാവാസ്ക്രിപ്റ്റിലെ EX6, അതായത് ECMAScript 2015 ആണ് ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓൾറെഡി ഇപ്പൊ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ജാവാസ്ക്രിപ്റ്റിൽ പ്രോപ്പർട്ടി ബേസ്ഡ് ഇൻഹെറിറ്റൻസ് എക്സിസ്റ്റിംഗ് ആയിരുന്നു. അതിനൊന്നും കൂടെ സ്ട്രക്ചർ ചെയ്ത് കുറച്ചും കൂടെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് വേയിൽ ഈ ഒരു ഒബ്ജക്ട് ക്രിയേഷനെയും ഇൻഹെറിറ്റൻസിനെയും ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ് കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് നിങ്ങൾ ജാവാസ്ക്രിപ്റ്റിൽ എപ്പോഴും, അല്ലെ ജാവാസ്ക്രിപ്റ്റിൽ നിന്നല്ല ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും, ഇപ്പൊ PHP ജാവയോ .NET ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്തിട്ടുണ്ടെങ്കിലും അവിടെ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് ബേസ്ഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിൽ ഒബ്ജക്റ്റ്, ക്ലാസ്, ഈ ഒരു ഇൻഹെറിറ്റൻസോ പോളിമോർഫിസം, ഈ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് കോൺസെപ്റ്റ്സ് എല്ലാം എക്സിസ്റ്റിംഗ് ആണല്ലേ. അതുപോലെ ക്ലാസിന്റെ ഡെഫിനിഷനിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് ക്ലാസ് ഇസ് എ ബ്ലൂ പ്രിന്റ് ഫോർ ക്രിയേറ്റിംഗ് ആൻ ഒബ്ജക്ട് എന്ന്. അപ്പൊ എന്താണ് ഈ ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ബ്ലൂ പ്രിന്റ് കൊണ്ട് മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് കൺസ്ട്രക്ടർ ഫംഗ്ഷൻ എന്താന്ന് ജാവാസ്ക്രിപ്റ്റിൽ ഓൾറെഡി അറിയായിരിക്കും അല്ലെ. അതായത് കൺസ്ട്രക്ടർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ മെത്തേഡ് പോലെ ഒരു മെത്തേഡ് തന്നെയാണ്, പക്ഷെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെത്തേഡ് ആണ് നമുക്ക് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്. അതേ സെയിം ഡെഫിനിഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. ക്ലാസ് നമുക്ക് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ്, സ്പെഷ്യൽ കൈൻഡ് ഓഫ് മെത്തേഡ് ആണ്. ഇനി നോർമൽ ഫംഗ്ഷനും ക്ലാസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നോർമൽ ഫംഗ്ഷൻ ഹോസ്റ്റ് ചെയ്യും, അതായത് നമുക്ക് ആ ഫംഗ്ഷനെ അതിന്റെ ഡിക്ലറേഷന് മുന്നേ തന്നെ അക്സസ് ചെയ്യാം. കാരണം ജാവാസ്ക്രിപ്റ്റ് കമ്പൈലർ ഈ ഫംഗ്ഷൻ ഡിക്ലറേഷന് ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ക്ലാസ്സിനെ നമുക്ക് റെഫർ ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാനോ അതിന്റെ ഡെഫിനിഷന് മുന്നേ നമുക്ക് ഡിഫൈൻ ചെയ്യുന്നതിന് മുന്നേ ചെയ്യാൻ പറ്റില്ല. അതാണ് നോർമൽ ഫംഗ്ഷനും ജാവാസ്ക്രിപ്റ്റ് ക്ലാസും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ കൺസ്ട്രക്ടർ ഫംഗ്ഷൻ പോലെ തന്നെ ജാവാസ്ക്രിപ്റ്റിൽ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് ക്ലാസ് എന്ന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് കോൺസെപ്റ്റ് ആണ്. അതായത് ഒന്നും കൂടെ സ്ട്രക്ചേർഡ് വേയിൽ നമുക്ക് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്ന സിന്റാക്സ് ഫസ്റ്റ് ക്ലാസ് കീവേഡ് കൊടുക്കുക, അത് കഴിഞ്ഞ് ക്ലാസ് നെയിം കൊടുക്കുക. അപ്പൊ ഞാനിവിടെ ക്ലാസ് നെയിം ആയിട്ട് പേഴ്സൺ എന്നാണ് കൊടുക്കുന്നത്, അത് കഴിഞ്ഞ് ബ്രേസസ് കൊടുക്കുക. ഇതിന്റെ അകത്താണ് നമ്മൾ ക്ലാസ് ബോഡി ഡിഫൈൻ ചെയ്യുന്നത്. ഇനി ഒരു ക്ലാസ് ബോഡിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് ക്ലാസ് പ്രോപ്പർട്ടീസ് ഉണ്ടാവും, അതിന് നമ്മുടെ ക്ലാസ് ഫീൽഡ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മെത്തേഡ്സ് വരും. ക്ലാസ് ഫീൽഡ്സ്, അതായത് ക്ലാസ് പ്രോപ്പർട്ടീസ് നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ തുടങ്ങിയത് ECMAScript 2022 മുതലാണ്. അതിനു മുന്നേ നമുക്ക് മെത്തേഡ്സ് മാത്രമേ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. പ്രോപ്പർട്ടീസ് ഡിഫൈൻ ചെയ്യുന്നത് ഇനിഷ്യലൈസ് ചെയ്യുന്നതും കൺസ്ട്രക്ടർ ഫംഗ്ഷൻ മാത്രം യൂസ് ചെയ്തിട്ടേ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് ക്ലാസ്സിൽ ഡയറക്റ്റ് ആയിട്ട് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം. നമുക്ക് ആദ്യം മെത്തേഡ്സ് നോക്കാം. മെയിൻ ആയിട്ട് 3 ടൈപ്പ് മെത്തേഡ് ആണ് ഒരു ക്ലാസ്സിൽ ഉണ്ടാവുക. ഫസ്റ്റ് മെത്തേഡ് കൺസ്ട്രക്ടർ മെത്തേഡ് ആണ്. നമ്മൾ കൺസ്ട്രക്ടർ ഫംഗ്ഷൻ അല്ലേ, അത് തന്നെ. ഇതിന്റെ അകത്ത് ഇത് യൂസ് ചെയ്യുന്ന എന്താ നമുക്കറിയാലോ, ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺസ്ട്രക്ടർ ഫംഗ്ഷൻ. നിനക്ക് കൺസ്ട്രക്ടർ ഫംഗ്ഷൻ എന്താണെന്ന് അറിയില്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ ഞാൻ ഈ പേഴ്സൺ ക്ലാസ്സിന് 2 പ്രോപ്പർട്ടീസ് ആണ് ഡിഫൈൻ ചെയ്യുന്നത്. ഒന്ന് നെയിമും രണ്ടാമത്തത് ഏജും. എന്നിട്ട് അതിനെ ഇനിഷ്യലൈസ് ചെയ്യുവാണ്. ദിസ് ഡോട്ട് നെയിം ഈക്വൽ ടു പാസ് ചെയ്ത് വരുന്ന നെയിം, അതുപോലെ തന്നെ ദിസ് ഡോട്ട് ഏജ് ഈക്വൽ ടു ഏജ്. ജസ്റ്റ് ഒരു കൺസോൾ സ്റ്റേറ്റ്മെന്റും കൂടെ കൊടുക്കുവാണ്. പേഴ്സൺ കൺസ്ട്രക്ടർ എന്ന് കൊടുക്കുന്നു. ഇതാണ് ഒരു ടൈപ്പ് മെത്തേഡ്. അപ്പൊ നമ്മൾ പറഞ്ഞു ക്ലാസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഫംഗ്ഷൻ ആണെന്ന്. അപ്പൊ ഈ ക്ലാസ്സിന് ഇനി എങ്ങനെയാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു പേഴ്സൺ ക്ലാസ് അല്ലേ ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ ഞാൻ കോൺസ്റ്റ് ഒബ്ജക്ട് നെയിം കൊടുക്കുക, ഞാനൊരു P എന്നാണ് കൊടുക്കുന്നത്, ഈക്വൽ ടു ന്യൂ കീവേഡ് യൂസ് ചെയ്തിട്ടാണ്. സ്പേസ് നമ്മുടെ ക്ലാസ് നെയിം പിന്നെ കോൾ ചെയ്യാം. അപ്പൊ ഇനി കൺസ്ട്രക്ടർ ഫംഗ്ഷന്റെ രണ്ടാമത്തെ പ്രത്യേകത, സാധാരണ നമ്മളൊരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് അതിന്റെ നെയിം യൂസ് ചെയ്തിട്ടല്ലേ. കൺസ്ട്രക്ടർ ഫംഗ്ഷനെ നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി കോൾ ചെയ്യേണ്ട ആവശ്യമില്ല. വൺസ് ഈ ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു കൺസ്ട്രക്ടർ ഫംഗ്ഷൻ കോൾ ചെയ്യും. അതായത് ഇപ്പൊ ഇവിടെ കണ്ടില്ലേ, ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ തന്നെ ഈ കൺസോൾ സ്റ്റേറ്റ്മെന്റ് വർക്കായി പേഴ്സൺ കൺസ്ട്രക്ടർ എന്നുള്ളത് വന്നിട്ടുണ്ട്. അതാണ് കൺസ്ട്രക്ടർ ഫംഗ്ഷന്റെ ഒരു പ്രത്യേകത. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാറ്റിക് മെത്തേഡ്സ് ആണ്. അപ്പൊ കൺസ്ട്രക്ടർ ഫംഗ്ഷന്റെ പ്രത്യേകത നമ്മൾ എന്താ പറയുന്നത്, അത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഫംഗ്ഷനെ കോൾ ചെയ്തോളും.
ഇനി സ്റ്റാറ്റിക് മെത്തേഡിന്റെ പ്രത്യേകത, സ്റ്റാറ്റിക് മെത്തേഡിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ഒബ്ജക്റ്റിന്റെ ആവശ്യമില്ല. അപ്പൊ സ്റ്റാറ്റിക് മെത്തേഡ്സ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് സ്റ്റാറ്റിക് കീവേഡ് യൂസ് ചെയ്തിട്ടാണ്. ഞാനൊരു ഗ്രീറ്റ് എന്നാണ് സ്റ്റാറ്റിക് മെത്തേഡിന്റെ നെയിം കൊടുക്കുന്നത്. എന്നിട്ടൊരു കൺസോൾ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ്. ഹലോ വേൾഡ് എന്ന് കൊടുക്കുന്നു. ഇനി നമുക്ക് ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഈ ക്ലാസ് നെയിം ഡോട്ട് മെത്തേഡ് നെയിം ത്രൂ നമുക്കിത് ആക്സസ് ചെയ്യാം. ഇവിടെ കണ്ടില്ലേ, നമ്മൾ ഈ ഒരു ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നതിന് ഒബ്ജക്റ്റിനെ കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്യും, ഈ ഒരു മെത്തേഡിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ സ്റ്റാറ്റിക് മെത്തേഡ്സ് ക്ലാസ് നെയിം ത്രൂ ആക്സസ് ചെയ്യാം. അവിടെ നമുക്കൊരു എക്സ്പ്ലിസിറ്റ്ലി ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അത് യൂസ് ചെയ്തിട്ട് ആക്സസ് ചെയ്യണമെന്ന് ആവശ്യമില്ല. ഇനി മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ജാവാസ്ക്രിപ്റ്റ് മെത്തേഡ്, പ്രോട്ടോടൈപ്പ് മെത്തേഡ്, സാധാരണ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ്. അപ്പൊ അത് ക്രിയേറ്റ് ചെയ്യാൻ ജസ്റ്റ് ആ ഒരു ഫംഗ്ഷൻ നെയിം അല്ലെങ്കിൽ മെത്തേഡ് നെയിം കൊടുത്താൽ മതി. ഇവിടെ ഞാൻ ഗെറ്റ് ഏജ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോട്ടോടൈപ്പ് മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുവാണ്. എന്നിട്ട് അതിൻ്റെ അകത്ത് എഗെയിൻ ഒരു കൺസോൾ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. ഏജ് ഈസ് ടെംപ്ലേറ്റ് ലിറ്ററൽ യൂസ് ചെയ്തിട്ട് ഏജ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി ഈ ഒരു പ്രോട്ടോടൈപ്പ് മെത്തേഡിന് ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിന്റെ ആവശ്യമുണ്ട്. ഒബ്ജക്ട് നെയിം ഡോട്ട് ഒരു മെത്തേഡ് നെയിം കൊടുക്കുക, ഗെറ്റ് ഏജ്. ഒരു മെത്തേഡ് എക്സിക്യൂട്ട് ആയി, ഏജ് ഈസ് അൺഡിഫൈൻഡ്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നെയിമും ഏജും ഈ കൺസ്ട്രക്ടർ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ അനുന്ന് കൊടുക്കുന്നു, 30 കൊടുക്കുന്നു. ഇവിടെ കണ്ടല്ലേ ഏജ് വന്നു. അപ്പൊ ഇതാണ് ഒരു ക്ലാസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് വേ ആണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് കോൺസെപ്റ്റ്. ഇതിൽ 2 ടൈപ്പ് കണ്ടന്റ് വരും. ഒന്ന് അതിന്റെ ക്ലാസ് ബോഡി അല്ലെ ക്ലാസ് ഫീൽഡ്സ് ആണ്. രണ്ടാമത്തത് മെത്തേഡ്സ് ആണ്. മെത്തേഡ്സ് 3 ടൈപ്പ് ഉണ്ട്: കൺസ്ട്രക്ടർ, സ്റ്റാറ്റിക്, അതുപോലെ പ്രോട്ടോടൈപ്പ് ബേസ്ഡ് മെത്തേഡ്സ്. കൺസ്ട്രക്ടർ ഫംഗ്ഷൻ വൺസ് ഇതിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ, അത് ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ എക്സിക്യൂട്ട് ആവും. സ്റ്റാറ്റിക് മെത്തേഡ് ഒബ്ജക്റ്റിന്റെ ഹെൽപ്പ് ഇല്ലാതെ ഡയറക്റ്റ് ക്ലാസ് നെയിം ത്രൂ നമുക്ക് ആക്സസ് ചെയ്യാം. പ്രോട്ടോടൈപ്പ് മെത്തേഡ്സ് നമുക്ക് ക്ലാസ് ത്രൂ ആക്സസ് ചെയ്യാം. ഇനി ഇതൊന്നും കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ക്ലാസ് ഫീൽഡ് ആക്സസ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ എക്മാസ്ക്രിപ്റ്റിന്റെ 2022 വേർഷനാണ് ഈ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ പേഴ്സന്റെ ജോബ് കൊടുക്കണമെന്ന് വിചാരിച്ചപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഇതിനെ ഇനിഷ്യലൈസും ചെയ്യുക. ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഇതിനെ ഇനിഷ്യലൈസും ചെയ്യുവാണ്, ഡെവലപ്പർ എന്ന് പറഞ്ഞിട്ട്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒബ്ജക്റ്റ് ത്രൂ ആക്സസ് ചെയ്യാം. എഗെയിൻ ഞാനൊന്ന് കൺസോൾ ലോഗ് ചെയ്തിട്ട് പി ഡോട്ട് ജോബ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടീനെ ആക്സസ് ചെയ്യുന്നു. ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ പ്രോട്ടോടൈപ്പ് മെത്തേഡ്സിനെയും ക്ലാസ് ഫീൽഡ്സിനെയും നമുക്ക് ഈ ഒബ്ജക്റ്റ് ത്രൂ ആക്സസ് ചെയ്യാം. അപ്പൊ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ക്ലാസ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്ലാസിന്റെ വേറൊരു കോൺസെപ്റ്റ് പഠിക്കാം, ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് നിങ്ങൾ ഇതിന് മുന്നേ കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ ജാവാസ്ക്രിപ്റ്റ്, PHP ഒക്കെ അറിയുന്നവരാണെങ്കിൽ ഇൻഹെറിറ്റൻസ് എന്ന് കേട്ടിട്ടുണ്ടാവും. ഇൻഹെറിറ്റൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാരന്റ് ചൈൽഡ് ബേസ്ഡ് കോൺസെപ്റ്റ് ആണ്. അതായത് ഇപ്പൊ നമ്മൾ റിയൽ ലൈഫ് എക്സാമ്പിൾ എടുക്കാന്ന് വിചാരിച്ചോ. അപ്പൊ നമ്മുടെ പാരന്റ്സിന്റെ കുറെ ഫീച്ചേഴ്സ് കിട്ടിയിട്ടുണ്ടാവില്ലേ. ഇപ്പൊ നമ്മുടെ അപ്പിയറൻസ്, അതായത് നമ്മുടെ സ്കിൻ കളർ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഹൈറ്റ്, ഹെയർ, ഇതൊക്കെ നമ്മുടെ പാരന്റ്സിന്റെ ഏതെങ്കിലും ഒരാളുടെ ഒരു പ്രോപ്പർട്ടി ആയിരിക്കും നമുക്ക് വന്നിട്ടുണ്ടാവുക. അല്ലെങ്കിൽ നമ്മുടെ മുൻ തലമുറയിലുള്ള ആരെങ്കിലും ഒരാളുടെ ഫീച്ചേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇതേ കാര്യം തന്നെയാണ് ഇവിടെയും വരുന്നത്. അതായത് നമുക്ക് ഒരു പാരന്റ് ക്ലാസ് ഉണ്ടാവും. ആ പാരന്റ് ക്ലാസ്സിന് ഒരു ചൈൽഡ് ക്ലാസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഈ ചൈൽഡ് ക്ലാസ്സിൽ നിന്നിട്ട് പാരന്റ് ക്ലാസിന്റെ പ്രോപ്പർട്ടീസിനാണെങ്കിലും മെത്തേഡ്സിനാണെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തുകൊണ്ടാണ് ഈ കോൺസെപ്റ്റ് എന്ന് ചോദിച്ചാൽ, ഇൻഹെറിറ്റൻസിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് കോഡ് റീയൂസബിലിറ്റി ആണ്. അതായത് നമുക്കൊരു ഹയറാർക്കി ക്രിയേറ്റ് ചെയ്യാം. റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ് ബേസ് ചെയ്തിട്ട് ഒരു ഹയറാർക്കി ക്രിയേറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് പാരന്റ് ക്ലാസ്സിൽ എഗെയിൻ ഈ മെത്തേഡ്സ്, ഇപ്പൊ ഒരു മെത്തേഡ് അത് നമ്മുടെ പാരന്റ് ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കൊറി, നമുക്ക് ഡാറ്റാബേസിൽ ഒരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കൊറി നമ്മൾ ഒരു ഫംഗ്ഷനിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചു. ഒരു പാരന്റ് ക്ലാസ്സിൽ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു കൊറി, അതായത് ടോട്ടൽ കൗണ്ട്, അതിൽ ബോയ്സ് ഗേൾസ് ഇത്ര, ഓരോ സ്റ്റുഡൻസിനും സ്കോർ ചെയ്തിരിക്കുന്ന മാർക്ക്, ടോട്ടൽ ക്ലാസ്സിലെ പെർസെന്റേജ്, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് ഈ ഒരു കൊറി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഒരു സ്റ്റുഡന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ്സിൽ ഒരു മെത്തേഡ്, അപ്പൊ ഗെറ്റ് സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡിലാണെന്ന് വിചാരിച്ചോ. എഗെയിൻ നമ്മളൊരു ചൈൽഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുവാണ് വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി, ഒരു പർട്ടിക്കുലർ സ്റ്റുഡന്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു.
ഈ മെത്തേഡ് എഗെയിൻ കൊണ്ടുപോയി കൊറിയൻ ഫംഗ്ഷൻസ് എല്ലാം ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് പാരന്റ് ക്ലാസ് ചെയ്യുന്ന ഈ ഒരു കൊറിയനെ ഈ ഒരു മെത്തേഡിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഫസ്റ്റ് ഞാൻ ഈ പോസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുവാണ് കേട്ടോ. അപ്പൊ എങ്ങനെയാ ഒരു ക്ലാസ് വേറൊരു ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ചൈൽഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ എംപ്ലോയി എന്ന് പറഞ്ഞിട്ടാണ് ഒരു ചൈൽഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത്. എക്സ്റ്റെൻസ് കീവേഡ് യൂസ് ചെയ്തിട്ടാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്. സ്പേസ് ഇട്ടിട്ട് നമ്മുടെ പാരന്റ് ക്ലാസ് ഏത് ക്ലാസ്സിൽ നിന്നാണോ പാരന്റ് ക്ലാസ് ആയിട്ട് സെറ്റ് ചെയ്യുന്നത് ആ ക്ലാസിന്റെ നെയിം കൊടുക്കുക. അപ്പൊ എനിക്ക് പേഴ്സൺ ക്ലാസ് ആണ് വേണ്ടത്. ഇനി ഞാനൊരു കണ്ടന്റും ഈ എംപ്ലോയി ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്യുന്നില്ല. ജസ്റ്റ് ഞാൻ ഈ എംപ്ലോയി ക്ലാസ്സിനെ ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതായത് കോൺസ്റ്റ് എംപ്ലോയി ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഒബ്ജക്റ്റ് ന്യൂ സ്പേസ് എംപ്ലോയി. ഇനി നമ്മുടെ പാരന്റ് ക്ലാസ്സിൽ വന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എംപ്ലോയി ക്ലാസ്സിന് നമ്മൾ ഒരു എംപ്ലോയി ക്ലാസ്സിൽ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് പാരന്റ് ക്ലാസ്സിന്റെ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്തു. അതാണ് ഇവിടെ പേഴ്സൺ കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞു വരുന്നില്ലേ. ഇപ്പൊ ഞാനിതൊന്ന് കമന്റ് ചെയ്ത് കാണിച്ചു തരാം. ഈ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യുന്നില്ലല്ലോ. അപ്പൊ നമുക്ക് ചൈൽഡ് ക്ലാസ്സിൽ നിന്നിട്ട് അതിന്റെ പാരന്റ് ക്ലാസ്സിന്റെ ചൈൽഡ് ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ചൈൽഡ് ക്ലാസ്സിൽ കൺസ്ട്രക്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ പാരന്റ് ക്ലാസ്സിന്റെ കൺസ്ട്രക്ടറെ ആയിരിക്കും ആക്സസ് ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, പാരാമീറ്റേഴ്സ് പാസ് ചെയ്ത് കൊടുക്കാം പാരന്റ് ക്ലാസ്സിലേക്ക്. ഒരു നെയിമും ഏജും വരെ ഉള്ളത് അത് രണ്ടും ഇവിടെ പാസ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചൈൽഡ് ക്ലാസ്സിൽ ഒരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാന്ന് വിചാരിച്ചോ. കൺസ്ട്രക്ടർ മെത്തേഡ് ത്രൂ കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പാരന്റ് ക്ലാസ്സിന്റെ ആർഗ്യുമെന്റ്സിന് ഇവിടെ അക്സെപ്റ്റ് ചെയ്യണം. ഇനി നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ഇതിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും കൊടുക്കാം. ഞാൻ ഇവിടുന്ന് ഈ ജോബിനെ ഒന്ന് ക്ലാസ് ഫീൽഡിൽ ഒന്ന് റിമൂവ് ചെയ്യുകയാണ്. ഇവിടെ ജോബ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. ഇനി നമ്മൾ കൺസ്ട്രക്ടർ ക്ലാസ്സിനെ കോൾ ചെയ്യുമ്പോൾ വേറൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ ദിസ് കീവേഡ് യൂസ് ചെയ്തിട്ട് ഈ ക്ലാസ്സിന്റെ പ്രോപ്പർട്ടീസിനെ ഇനിഷ്യലൈസ് ചെയ്യുന്നതിന് മുന്നേ മസ്റ്റ് ആയിട്ടും ഇതിന്റെ പാരന്റ് ക്ലാസ് കൺസ്ട്രക്ടറിനെ കോൾ ചെയ്ത് ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ടാവണം. അതായത് ഇപ്പൊ എംപ്ലോയി ക്ലാസ്സിൽ നമ്മൾ നെയിമും ഏജും യൂസ് ചെയ്തിട്ട് ഇതിന്റെ പാരന്റ് ക്ലാസ്സിന്റെ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യണം. അപ്പൊ ചൈൽഡ് ക്ലാസ്സിൽ നിന്നിട്ട് പാരന്റ് ക്ലാസ് കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യുന്നത് സൂപ്പർ കീവേഡ് യൂസ് ചെയ്തിട്ടാണ്, സൂപ്പർ മെത്തേഡ്. ഇതിന്റെ അകത്ത് നമ്മൾ ഏതൊക്കെയാണോ പാസ് ചെയ്യാനുള്ളത് അതിനെ പാസ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ദിസ് കീവേഡ് ആക്സസ് ചെയ്ത് ഈ ഒരു പർട്ടിക്കുലർ ക്ലാസിന്റെ പ്രോപ്പർട്ടീസിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പൊ ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മൾ ഇത് മസ്റ്റ് ആയിട്ടും ചെയ്യേണ്ടതാണ്. നമ്മൾ ദിസ് കീവേഡ് ആക്സസ് ചെയ്ത് ഈ ഒരു ക്ലാസ്സിനെ ഇനിഷ്യലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും അതിന്റെ പാരന്റ് ക്ലാസ് കൺസ്ട്രക്ടറിനെ ഫസ്റ്റ് കോൾ ചെയ്ത് അതിന്റെ വാല്യൂസ് ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ടാവണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ചൈൽഡ് ക്ലാസ്സിൽ നിന്നിട്ട് പാരന്റ് ക്ലാസ്സിന്റെ കൺസ്ട്രക്ടറിനെ മാത്രമല്ല അതിന്റെ മെത്തേഡ്സിനെയും കോൾ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഗെറ്റേജ് മെത്തേഡിനെ കോൾ ചെയ്യാം. അപ്പൊ ഞാൻ എംപ്ലോയിന്റെ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഗെറ്റേജിന്റെ ആ ഒരു പാരന്റ് ക്ലാസ്സിന്റെ ഫംഗ്ഷനെ ആക്സസ് ചെയ്തത്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ പാസ് ചെയ്ത നെയിം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഏജ് മെത്തേഡിനെ പ്രോട്ടോടൈപ്പ് മെത്തേഡിനെ എക്സിക്യൂട്ട് ചെയ്ത് അതിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു 5 ചൈൽഡ് ക്ലാസ് ഉണ്ടെന്ന് വിചാരിച്ചു. 5 ചൈൽഡ് ക്ലാസ്സിനും ഈ ഒരു കോമൺ പാരന്റ് ക്ലാസ്സേ ഉള്ളൂ. അതായത് ഈ ഒരു പേഴ്സണ് 5 ചൈൽഡ് ക്ലാസ് ഉണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ക്ലാസ്സിൽ ഈ ഒരു മെത്തേഡിനെ ഓവർറൈഡ് ചെയ്യണം. അതായത് എനിക്ക് ഗെറ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫംഗ്ഷനെ മെത്തേഡിനെ എല്ലാ ചൈൽഡ് ക്ലാസ്സിലും ആക്സസ് ചെയ്യാം അല്ലെ. പക്ഷെ ഏതോ ഒരു ക്ലാസ്സിൽ ഈ ഒരു ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ കണ്ടന്റ് അല്ല വേണ്ടത്, വേറൊരു ടൈപ്പ് കണ്ടന്റ് ആണ് വേണ്ടതെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ മെത്തേഡിനെ നമ്മുടെ ചൈൽഡ് ക്ലാസ്സിൽ ഓവർറൈഡ് ചെയ്യാം. അതായത് ഗെറ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡിനെ എഗെയിൻ നമുക്ക് നമ്മുടെ ചൈൽഡ് ക്ലാസ്സിൽ ക്രിയേറ്റ് ചെയ്യാം. ഇതിനെ ഓവർറൈഡിങ് എന്ന് പറയുന്നത്. കൺസോൾ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ്. ഇവിടെ എനിക്ക് ജോബ് ടൈറ്റിലും കൂടെ ആഡ് ചെയ്ത് വരണം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ഏജ് മാത്രമല്ലേ ഡിസ്പ്ലേ ചെയ്യുന്നുള്ളൂ. അപ്പൊ എനിക്ക് ഇവിടെ വേണ്ട ചേഞ്ച് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏജിനെ ഡിസ്പ്ലേ ചെയ്യണം, അതിന്റെ കൂടെ തന്നെ എനിക്ക് ജോബിനെയും കൂടെ ഡിസ്പ്ലേ ചെയ്യണം. ഈ ഒരു പർട്ടിക്കുലർ പേഴ്സന്റെ ഏജ് ആക്സസ് ചെയ്യുമ്പോൾ തന്നെ അവരുടെ ഏജും കിട്ടണം. അപ്പൊ നമുക്ക് ചൈൽഡ് ക്ലാസ്സിൽ നിന്നിട്ട് പാരന്റ് ക്ലാസ്സിന്റെ ഈ ഒരു ഏജിനെ ആക്സസ് ചെയ്യുകയും ചെയ്യണം അല്ലെ. അതിന് എഗെയിൻ ഇപ്പൊ പറഞ്ഞ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് തന്നെ യൂസ് ചെയ്യാം. ഡോട്ട് ഏത് മെത്തേഡിനെയാണോ നമുക്ക് ആക്സസ് ചെയ്യേണ്ടത് അതിനെ ആക്സസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ക്ലാസ്സിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അതും കൊടുക്കാം. അപ്പൊ ഞാൻ പേഴ്സൺ ജോബ് എന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോ ഇവിടെ പാസ് ചെയ്ത് വരുന്ന ജോബ് ഏതാണോ അതും സെറ്റ് ചെയ്ത് കൊടുക്കും. ഈ ജോബിനെയും കൂടെ നമ്മൾ കൺസ്ട്രക്ടർ കോൾ ചെയ്യുമ്പോൾ പാസ് ചെയ്യും.
അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് പാരന്റ് ക്ലാസിന്റെ പ്രോപ്പർട്ടീസിനെ മെത്തേഡ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമല്ല അതിനെ ഇതുപോലെ ഓവർറൈഡ് ചെയ്യാം. ഓവർറൈഡ് ചെയ്യുമ്പോൾ ഇൻ കേസ് നമുക്ക് ഈ പാരന്റ് ക്ലാസിന്റെ ഒരു മെത്തേഡിന് ആവശ്യമുണ്ടെങ്കിൽ സൂപ്പർ കീവേഡ് യൂസ് ചെയ്തിട്ട് ആക്സസ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ ഇതൊക്കെയാണ് ജാവാസ്ക്രിപ്റ്റിലെ മെയിൻ ക്ലാസ് കോൺസെപ്റ്റ്. അപ്പൊ നമ്മൾ വീഡിയോന്റെ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞ പോലെ അപ്പൊ നിങ്ങൾക്ക് നമ്മൾ വീഡിയോയിൽ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞ ഒരു ഡെഫിനേഷൻ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. അതായത് ഒരു സ്റ്റാൻഡേർഡ് വേയിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്, ഒബ്ജക്റ്റ് ഓറിയന്റഡ് കോൺസെപ്റ്റിലെ ഒരു മെത്തേഡാണ് ഈ ക്ലാസ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും വലിയ കീ ഫീച്ചർ എന്ന് പറയുന്നത് ഇൻഹെറിറ്റൻസ് ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.